ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നമ്മുടെ റനക്കുട്ടിയൊക്കെ പോയതിന് ശേഷം ആദ്യമായിട്ട് ഷൂട്ട് ചെയ്ത ഒരു കുട്ടി വ്ലോഗാണ്. ഇതിൽ കുറച്ച് റെസിപ്പീസ് കാര്യങ്ങൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇൻഡസ് വാലീൻ്റെ പാത്രങ്ങൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ലാസ്റ്റ് വീഡിയോസിലൊക്കെ. അപ്പോൾ അത് പുതിയ കുറച്ച് പാത്രങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അത് അൺബോക്സ് ചെയ്തിട്ട് നിങ്ങൾക്കും കൂടെ കാണിച്ചു തന്നിട്ട് പിന്നെ നമ്മുടെ വ്ളോഗിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ 2 സെറ്റാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഒരെണ്ണം സിംഗിളായിട്ടുള്ള ഇതുപോലെയുള്ള ഒരു പാനാണ്. ട്രൈപ്ലേ സ്റ്റെയിൻലെസ് സ്റ്റീൽ സോട്ട് പാനാണ് കേട്ടോ. ഇത് വന്നിട്ട് 22 സെൻറ്റിമീറ്ററാണ്. അടിപൊളി സാധനമാണ്. നിങ്ങൾ എൻ്റെ മുമ്പ് ചോദിക്കാറില്ല ഇതുപോലെയുള്ള പാനുകൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതേ ഇൻഡസ് വാലീൻ്റെ നല്ല സൂപ്പറായിട്ടുള്ള സാധനമാണ്. ഇത് നമുക്ക് ഇൻഡക്ഷൻ കുക്കറിലും അതുപോലെ സ്റ്റൗവിലും എല്ലാം ഒരേപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് വന്നിട്ട് ഒരു കോംബോ ഓഫറുള്ള ഒരു സെറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇവരിൽ കാസ്റ്റ് അയൺസിൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഈ ഒരു സെറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ അതുപോലെ അവരുടെ കുറച്ച് താങ്ക് യു കാർഡും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് 3 സെറ്റുള്ളൊരു സംഭവമുണ്ട്. അതിൽ ഫസ്റ്റത്തെ സെറ്റ് വന്നിട്ട് ചെറിയ കുട്ടികൾക്കൊക്കെ, അതായത് ചെറിയ കുട്ടികളുള്ളവർക്കൊക്കെ നല്ല പറ്റിയൊരു സാധനമാണ്. ഇപ്പോൾ പാല് കാച്ചാനും വെള്ളം തിളപ്പിക്കാനും ഇനി കുറുക്കുണ്ടാക്കാനൊക്കെ പറ്റിയത്. നമുക്കിതൊന്നും പെട്ടെന്ന് അടിപ്പിടിക്കൂല കേട്ടോ. 3 ലെയർ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ബോട്ടം പാട്ടൊക്കെ. പിന്നെ അടുത്ത് വന്നിട്ട് ഇതുപോലെ ഒരു കടായാണ്. ഇതിനും മൂടിയുണ്ട്, മറ്റേനും മൂടിയുണ്ട് കേട്ടോ. നല്ല ഗ്ലാസിൻ്റെ മൂടിയാണ്. പിന്നെ 2 സൈഡും ഇതുപോലെയുള്ള ഹാൻഡിൽ വരുന്നതുകൊണ്ട് നമുക്ക് ചൂടോടെ ആണെങ്കിലും ധൈര്യത്തിൽ പിടിച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അടുത്തത് വന്നിട്ട് ഒരു ഫ്രൈ പാൻ പോലത്തെ ഈ ഒരു സോട്ട് ചെയ്യുന്നൊരു പാനാണ്. നമുക്ക് മീൻ പൊരിക്കാനും ഒക്കെ അടിപ്പിടിക്കാതെ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു സാധനം. ഈ ഒരു 3 എണ്ണം ഒന്നിച്ച് വരുന്നൊരു സെറ്റാണ്. പിന്നെ നേരത്തെ കാണിച്ച ഈ ഒരു പാത്രം സെപ്പറേറ്റ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഞാനിത് വാങ്ങാനുള്ള ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വാങ്ങുമ്പോൾ എൻ്റെ കൂപ്പൺ കോഡായ സൽഹ 12 യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. കുറേ ദിവസമായിട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കുക്കിംഗ് വ്ളോഗൊക്കെ നമ്മൾ ചെയ്തിട്ട് റൺകുട്ടി പോയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഷൂട്ട് ചെയ്യാൻ എന്തോ മൊത്തത്തിൽ എല്ലാം കൂടെ ഒരു ഞാൻ എന്താ പറയുക ശരിക്കും ഒറ്റയ്ക്കാണ് എന്നൊക്കെ തോന്നുന്ന പോലൊരു സിറ്റുവേഷനായിരുന്നു. ഇപ്പോൾ അവളുണ്ടെങ്കിലും ചിലപ്പോൾ അവൾ ഷൂട്ട് ചെയ്യാനൊന്നും വന്നില്ലെങ്കിലും എനിക്കെന്തോ ഒരു ധൈര്യം പോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം എടുക്കുന്നൊരു വീഡിയോ ആണ്. പിന്നെ ഞാൻ ഇത് വന്നിട്ട് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ ഹയാൻകുട്ടനെ വിളിച്ചിട്ടാണ് കേട്ടോ. അവന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പറയും, അല്ലെങ്കിൽ പിന്നെ വിളിക്കാൻ പറ്റാത്ത പോലെ ചിലപ്പോൾ ഇടങ്ങറാക്കി തരും. വേറെ കുഴപ്പമൊന്നുമില്ല, ബട്ട് അവന് കളി വിചാരം കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ്. ബട്ട് കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെടുക്കണം ഇൻഷാ അല്ലാ. പിന്നെ ഇന്ന് മക്കൾ വരുമ്പോൾ അവരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ അമ്മി ഉണ്ടാക്കി വെക്കുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ സോസേജ് ഒന്ന് കറിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, അതാണ് സത്യം. എല്ലാ സാധനങ്ങളും തീർന്നു പോയിട്ടുണ്ട്. മീനില്ല, ഇറച്ചിയില്ല എന്ന് പറഞ്ഞ പോലെ ഒരു സാധനവും ഇല്ല, പച്ചക്കറികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഓരോന്നുള്ളത് എന്തെങ്കിലും തീർക്കാമെന്ന് പറഞ്ഞിട്ട് പോയി നോക്കിയ സമയത്ത് ഒന്നും തന്നെ കാണാനില്ല ഗൈസ്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, സോസേജ് ഉണ്ടായിരുന്നു ബാലൻസ് ഉള്ളൊരു 5-6 പീസ്. അപ്പോൾ അതെടുത്തിട്ട് അത് കറിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ സോസേജ്. അപ്പോൾ നമ്മുടെ അതേ പുതിയ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഇന്ന് അതിലാണ് കുക്ക് ചെയ്യുന്നത്. വന്നിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നേ. പിന്നെ അങ്ങനെ എടുത്തു വെച്ചിട്ട് നമുക്ക് ഒരു മൂഡ് തോന്നുന്ന സമയത്ത് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അതിലേക്ക് ഒരു ക്യാപ്സിക്കം നേരത്തെ യൂസ് ചെയ്ത് ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നു, ഒരെണ്ണം ഉണ്ടായിരുന്നു, യെല്ലോയും റെഡും. അതിൽ റെഡിൻ്റെ ഒരു ഹാഫ് ഭാഗം മാത്രം ഇതിലേക്ക് ഞാൻ എടുക്കുന്നുണ്ട്. നമ്മൾ സോസേജ് ഉണ്ടാക്കുമ്പോൾ ക്യാപ്സിക്കം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ പാന് ചൂടായതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഓയിലും കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് ബട്ടർ ഉപയോഗിക്കണ്ട. ഇനിയിപ്പോൾ എപ്പോഴാണ് അടുത്ത മൊത്തത്തിൽ സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാൻ പോകണമെന്നുള്ളതിന് യാതൊരു വിധ ഉറപ്പില്ലാത്തതുകൊണ്ട് സാധനങ്ങളൊക്കെ നോക്കി പെടുന്നുള്ളൂ.
അപ്പോൾ ഇതേ അതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം സവാള ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധനം കുറച്ചാണെങ്കിലും മീൻസ് ഇപ്പോൾ ഇറച്ചി അങ്ങനെ എന്തെങ്കിലും കുറച്ചാണെങ്കിൽ ഗ്രേവി കൂടുതൽ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പാത്രത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പെട്ടെന്ന് അടിപ്പിടിക്കൂല. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രത്തിലാണെങ്കിൽ എന്തായാലും ഇങ്ങനെ ചെയ്യുമ്പോൾ അടിപ്പിടിക്കും. പിന്നെ അതേ ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മുളകൊക്കെ ഇടുമ്പോൾ എനിക്ക് റനക്കുട്ടീനെ ഓർമ്മ വരും കേട്ടോ. റനക്കുട്ടിക്ക് എരിവ് ഭയങ്കര ഇഷ്ടമാണ്. സാധാ പോലെ ഉണ്ടാക്കി അവൾക്ക് പോരാ, അവൾ എക്സ്ട്രാ മുളക് പൊടി അല്ലെങ്കിൽ മുളകൊക്കെ ഇങ്ങനെ എടുത്തിടും. പിന്നെ അതേ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു 2 തക്കാളിയാണ്, ഗ്രേവി ആവാനും വേണ്ടിയിട്ടാണ് തക്കാളി നമ്മൾ കൂടുതലിടുന്നത് കേട്ടോ. അപ്പോൾ തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഈ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് എന്താ പറയുക, അതിന് വേർഡ്സ് ഒന്നും കിട്ടാറില്ല അപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് പാപ്രിക്ക പൗഡർ ഇട്ട് കൊടുക്കണം. പക്ഷേ ഞാൻ ഇട്ടപ്പോൾ ഇച്ചിരി കൂടിപ്പോയി എന്നൊരു സംശയം. പക്ഷെ കുഴപ്പമൊന്നുമില്ല. പാപ്രിക്ക പൗഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ക്യാപ്സിക്കൊക്കെ അല്ലേ, അതുപോലെ അല്ലെങ്കിൽ അതിൻ്റെ അങ്ങനെ എന്തോ പൗഡറാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ടൊരു ഇതില്ല. പിന്നെ അതിൻ്റെ ഒക്കെ ഒരു പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ എന്തെങ്കിലും നമ്മുടെ എന്താണ് പറയുക, ക്യാപ്സിക്കം. ഷോർട്ട് ടേം മെമ്മറി ലോസ് ആർക്കെങ്കിലും ഉണ്ടോ ഗൈസ്? എനിക്ക് നല്ലോണം ഉണ്ട്. അങ്ങനെ നമ്മുടെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. ക്യാപ്സിക്കം ഫുള്ളായിട്ട് അങ്ങനെ ഒരുമാതിരി ഉടഞ്ഞു പോകുന്ന പോലെ കുക്കാകണ്ട, ബട്ട് ലൈറ്റായിട്ടൊന്ന് കുക്കാകണം കേട്ടോ. അതിന് ശേഷം നമ്മുടെ സോസേജും കൂടി ഇട്ട് കൊടുത്തു. സോസേജ് ഓൾവേസ് കുറച്ച് കുക്കായിട്ട് അതിൽ തന്നെ അത്യാവശ്യം എരിവും മധുരമല്ല പഞ്ചസാര എന്ന് പറയുമ്പോൾ ഉപ്പൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ബാക്കി എരിവൊക്കെ നമ്മൾ അതിനനുസരിച്ച് ഇട്ടാൽ മതി. ഇനി ഈ മസാല എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരുന്നവരെ വെക്കുക. ഞാൻ ഇതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ അടിയിലല്ല, ഇതിന് ശേഷമാണെന്ന് തോന്നുന്നു. കുറേ ദിവസമായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചുകൊണ്ട് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ എന്നിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സോസേജ് കറി റെഡി. പിന്നില്ലേ ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ സിലു കുറേ ദിവസമൊന്നും ഇപ്പോൾ വീഡിയോ ഇല്ലാത്തത്, ആദ്യത്തെ പോലെ വീഡിയോ ഇട്ടൂടെ, ഡെയിലി വീഡിയോ ഇട്ടൂടെ, എന്തെങ്കിലുമൊക്കെ ഇതായിട്ട് വീഡിയോ ഇട്ടൂടെ എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞോ, ഡെയിലി നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് വീഡിയോ ഇടുക? പിന്നെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ഇവിടുത്തെ സിറ്റുവേഷൻസ്, ഇതൊന്നും എനിക്ക് ആരെയും അറിയിക്കാൻ, അല്ലെങ്കിൽ ചിലരൊന്നും അറിയരുത് അല്ലെങ്കിൽ കാണരുത്, അങ്ങനെ ആരും കാണണ്ട അറിയണ്ട എന്നുള്ള ആ ഒരു ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ വളവളാന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ഇടാത്തത്. അത്യാവശ്യം നിങ്ങൾ എന്നെ മറന്നു പോകാതിരിക്കാൻ വീഡിയോസ് ഇടാന്നുള്ള പോലെയാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ മന്ത് എൻഡ് ആയതുകൊണ്ട് തന്നെ അടുത്ത മാസം ചിലപ്പോൾ നട്ടം തിരിയും. അതുകൊണ്ട് എന്തായാലും 1, 2, 3 വീഡിയോസ് ചെയ്യാനുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അത് ഇതേ മാറ്റി വെച്ചിട്ട് അടുത്ത് നമ്മുടെ കടായി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ രസമാണ് ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ റെസിപ്പി അല്ല, നമ്മുടെ ഇവിടുത്തെ താത്താൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രസമാണ്. അപ്പോൾ നോക്കി വെച്ചോ, വീഡിയോ ലൈക്കാക്കി വെച്ചോ. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കണം തോന്നുമ്പോൾ എൻ്റെ ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല ഏത് വീഡിയോയിലാണ് എന്താണ് നമ്മൾ ഇട്ടിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതേ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ ഇട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അടുത്തത് കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. എവിടെ ഇടൂ, എന്താ ഇടാത്ത്? അതെ, കടുക് ഇട്ട് കൊടുക്കാൻ പോകുന്നുണ്ട്. ഇട്ട് കൊടുത്തു. എന്നിട്ട് കടുകൊക്കെ പൊട്ടി വരുന്ന സമയത്ത് ഉണക്കമുളക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഒരു 2 പച്ചമുളക്. അതിന് ശേഷം മിക്സിയിൽ പുളി പിന്നെ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ വലിയ നേരത്തെ റെസിപ്പി സേവ് ചെയ്ത് വെച്ചോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് ഞാൻ താത്താനോട് ചോദിച്ചില്ല എന്താണ് ഈ അരച്ച സാധന സാമഗ്രികൾ എന്നുള്ളത്. ഞാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോയിൽ പറയാം കേട്ടോ. എനിക്കിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പോയി ചോദിക്കാനുള്ള ഒരു ശക്തിയൊന്നുമില്ല. ആകെ ഇങ്ങനെ തളർന്ന് കുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ചോദിച്ചില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം ആ മിക്സിയിൽ തന്നെ കുറച്ചും കൂടെ വെള്ളം മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തു.
എനിക്ക് തോന്നുന്നു അത് പുളിവെള്ളമാണ് എന്നുള്ളത്. ഒരു പ്രൊഫഷണലിസം ഇല്ലാത്ത പോലെയാണല്ലോ ഞാൻ ഇപ്പോൾ വീഡിയോയിൽ റെസിപ്പീൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. സാരമില്ല ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നെ ചീത്ത പറയില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതേ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതേ രസം റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ് സംഭവം. അതായത് നോർമൽ വെറുതെ പച്ചമുളക് ഇട്ട് വയ്ക്കുന്നതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തെ നമ്മുടെ കോഴി നന്നായിട്ട് ഒച്ചിടാനൊക്കെ തുടങ്ങിയിരിക്കുന്നു. കോഴി പ്രായപൂർത്തിയായി തോന്നുന്നു. കീക്കി എന്നുള്ള സൗണ്ടൊക്കെ ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. സോ അതേ നമ്മുടെ രസവും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ സോസേജ് കറിയും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലുമൊക്കെ ഈ പാത്രങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോ. സംഭവം സെറ്റ് സാധനമാണ്. കുറേ കാലത്തിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അത്രയും നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ അവരുടെ പാത്രങ്ങളൊക്കെ വരുന്നത്. എൻ്റെ കയ്യിലുള്ള മിക്ക പാത്രങ്ങളും ഇവരുടെ പാത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കലാണ് അടുത്ത പരിപാടി. ഇവിടെ പഹയ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള മക്കൾക്ക്, ചെറിയ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ എന്താ പറയുക, ക്യാമ്പാണ്. അപ്പോൾ അവരങ്ങനെ പറഞ്ഞയച്ചു. ആദ്യത്തെ ഒരു 10 ദിവസം അവർക്ക് ലീവ് കൊടുത്തു. പിന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയിട്ട് അവർക്ക് കളിക്കാനൊക്കെ. അപ്പോൾ പിന്നെ അവരങ്ങനെ പറഞ്ഞയച്ചു കേട്ടോ. എനിക്കിന്ന് വേറെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ആ ഒരു ലുക്കാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഓക്കെ, നമുക്കൊന്നും ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോരോ വരുമാന മാർഗവും സോഴ്സും ആണല്ലോ. കുറ്റം പറയാൻ കുറേ ആൾക്കാരുണ്ടാവും. പക്ഷെ എനിക്കും എൻ്റെ മക്കൾക്കും ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ പ്രൊമോഷൻ കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ഇപ്പം ഇങ്ങനെ പോകാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ആരും കുറ്റം പറയുന്ന ആരും നമുക്ക് 1 രൂപ പോലും കൊണ്ടുവന്ന് തരില്ല. ചിലർക്ക് ഇങ്ങനെ കുറ്റപ്പെടുത്താം, അതായത് പൈസ എന്നുള്ള വിചാരമുള്ളൂ എന്നുള്ള പോലെയൊക്കെ. ഈ ഭൂമിയിൽ പൈസ ഇല്ലാതെ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് തരുമോ? ജീവിക്കണ്ടേ? വിശക്കുകയാണെങ്കിൽ വയറ് നിറയ്ക്കാനാണെങ്കിലും പൈസ വേണ്ടേ? എല്ലാവരും പൈസയ്ക്കൊക്കെ വേണ്ടി തന്നെയാണ് ഓടുന്നത്. പക്ഷേ പഴിചാരൽ കേൾക്കുമ്പോൾ നമ്മളെപ്പോലെയുള്ള നിസ്സഹായവരാ എന്നൊന്ന് അങ്ങനെയുള്ളവരായിരിക്കും ആ പഴിയൊക്കെ കേൾക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഇടത് കൈയിൽ ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്വർഗം നിഷേധിക്കരുത് ഗൈസ്. ഇത് മിററിംഗ് ആണ്. ക്യാമറ ഫ്രണ്ട് ക്യാമറ പോലെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് അങ്ങനെ മാറുമ്പോൾ അങ്ങനെ ആയി വരുന്നതാണ്. നിങ്ങളെപ്പോലെ നമ്മളും വലത് കൈ കൊണ്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. ഓക്കെ, ഒരുപാട് പേര് സ്നേഹത്തോടെ പറയുന്ന ആൾക്കാരുണ്ട്, അതല്ലാത്ത രീതിയിൽ പറയുന്ന ആൾക്കാരുമുണ്ട്. അവർക്കെതിരെയാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഇപ്പോൾ റനക്കുട്ടീനെയൊക്കെ ഭയങ്കര മോശമായ രീതിയിൽ കുലുങ്ങി നടത്തിക്കുന്നു. പൈസയ്ക്ക് മുടി കാണിച്ചത് റീച്ചിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ മോശമായിട്ട് പറയുന്ന ആൾക്കാരോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് പറയാനേ കഴിയുള്ളൂ. ആരുടെയും ലൈഫിൽ നമുക്ക് പേഴ്സണലായിട്ട് പോയിട്ട് ഇൻസിസ്റ്റ് ചെയ്തൊന്നും പറയാനും പറ്റില്ല. പ്രവാചകൻ്റെ നൂഹ് നബിയുടെ മകനെ പോലും നൂഹ് നബിക്ക് പോലും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ പടച്ചോൻ നിശ്ചയിക്കുന്ന സമയത്ത് നിശ്ചയിക്കുന്ന പോലെയൊക്കെ വരുള്ളൂ. ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് നല്ലതിന് വേണ്ടി പറഞ്ഞ ആൾക്കാരെ ഞാൻ വിമർശിച്ചതൊന്നുമല്ല. ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന ഒരാളും അല്ല. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ അറിയാമല്ലോ ഞാൻ എങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ എനിക്ക് ആരെങ്കിലും നിർബന്ധിച്ച് മുടി കാണിപ്പിച്ചിട്ട് റീച്ച് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ അതേ താത്തയും ഞങ്ങളും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് എണീറ്റു കേട്ടോ. എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന ഇന്നത്തെ ദിവസത്തെ വീഡിയോ അല്ല, കുറേ ദിവസങ്ങൾക്ക് മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി വാഷിംഗ് മെഷീൻ നല്ല പണി തരും. ഇടയ്ക്കിടയ്ക്ക് കേട് വന്നിട്ട് ഇനിയിപ്പോൾ ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ 40,000-45,000 രൂപ അല്ലാതെ പറ്റില്ല. എവിടെയും പോയിട്ട് നമുക്ക് ഫ്രീ ചോദിച്ചാൽ തരുമൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതേ വാട്ടർ ബില്ല് വന്നിട്ടുണ്ടായിരുന്നു. അത് അടച്ചിട്ടുള്ള ബാലൻസ് എമൗണ്ട് ഞാൻ ചെക്ക് ചെയ്യായിരുന്നു എൻ്റെ അക്കൗണ്ടിൽ. ഇനി കറണ്ട് ബില്ല് വരുമ്പോഴാണ് രസം. കറണ്ട് ബില്ല് കഴിഞ്ഞ മാസം 10,000 രൂപയാണ് കേട്ടോ വന്നത്. ഈ മാസം എന്തായാലും കൂടും തോന്നുന്നു. ഇവിടുത്തെ എന്തോ ഒരു കണക്ഷനൊക്കെ മാറ്റണം. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഇതേ കുറച്ച് ഹൈബിസ്കസ് വെള്ളം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതൊന്നും ഞാൻ എപ്പോഴും ചെയ്ത് എൻ്റെ ഹെൽത്ത് നോക്കുന്ന ആളൊന്നുമല്ല. ഒട്ടും ശ്രദ്ധിക്കാത്ത ഒരാളാണിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട്. ചില സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ചെയ്യണം തോന്നും. ചിലപ്പോൾ ഞാൻ കുടിക്കുക പോലും ഇല്ല കേട്ടോ. പക്ഷെ നല്ലതാണ്. ഈ ചൂടിന് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളം എടുക്കുന്നത് നല്ലതായിരിക്കും. അതിന് വേണ്ടിയിട്ട് ടേബിളിൽ ഗ്ലാസ് പാത്രത്തിലാക്കി വെക്കും. അപ്പോൾ കുട്ടികളാണെങ്കിലും എടുത്ത് കുടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതേ നമ്മുടെ പാനിലേക്ക്, മിൽക്ക് പാനിലേക്ക്, ഇതിൽ പാല് കാച്ചാനൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. മിൽക്ക് പാനിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തു. കുറച്ച് ഹൈബിസ്കസ് ഫ്ലേവർ ഇട്ട് കൊടുത്തു.
ഇന്ന് കസസാണ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ ചിയാ സീഡ് ഇട്ട് വയ്ക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബദാം പിസിൻ ഉണ്ടല്ലോ അത്. ലാസ്റ്റ് ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അയച്ചപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അവരുടെ ഭർത്താവിന് എന്തൊക്കെയോ കുറേ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. യൂറിൻ അങ്ങനെ എന്തൊക്കെയോ പ്രോബ്ലം, ശരീരം ഹീറ്റായിട്ട്. നമ്മുടെ ബദാം പിസിൻ വാങ്ങിയിട്ട് കുറേ ദിവസം കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തതിന് ശേഷം ആ പ്രോബ്ലംസ് എല്ലാം മാറി. പിന്നെ അതുപോലെ ഇവരും കഴിക്കുന്നുണ്ട്, ബോഡി നല്ല തണുപ്പാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് അത്രയ്ക്കും ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് പറയുന്നല്ല, അത്രയ്ക്കും നല്ലൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ അവർ ഈ ഒരു ചൂടിൽ അത് കഴിക്കുന്നതുകൊണ്ട് അവർക്ക് നല്ല ഉപകാരം കിട്ടിയെന്ന് പറയുന്നുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ, അതായത് എൻ്റെ അമ്മ ഞങ്ങളൊക്കെ താമസിക്കുമ്പോൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തൊരു സാധനം അത്രയും റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ സെയിൽ ചെയ്ത് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ ഇന്നത്തെ വെള്ളം നമ്മുടെ ഹൈബിസ്കസ് വാട്ടറിൽ നമ്മുടെ കസസ് ഇട്ടതാണ്. അത് ഇതേ ടേബിളിൽ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇങ്ങനെ ടേബിളിൽ എന്തെങ്കിലും കുപ്പികളിൽ വെള്ളം ആക്കി വെക്കുക, കാരണം നല്ല ചൂടുണ്ട്. പിന്നെ നമ്മൾ പാലക്കാടാണ്, അപ്പോൾ പറയണ്ടല്ലോ ചൂടിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ. അപ്പോൾ മക്കൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് വെള്ളം കുടിക്കട്ടെ, ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആക്കിയിട്ട് വെക്കുക, നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയൊക്കെ പറയുമെങ്കിലും ഞാനിതൊന്നും ചിലപ്പോൾ ഫോളോ ചെയ്യുന്ന ആളേ അല്ല കേട്ടോ. ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എനിക്കും ഇടയ്ക്കിടയ്ക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ നമ്മൾ പറയണമെന്നുള്ളൂ. പിന്നെ നമ്മുടെ ഓർഡർ കാര്യങ്ങളൊക്കെ ഇവിടെ അതേ അനീഷ ഇരുന്ന് എടുക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ മേലെ കയറിപ്പോയി നോക്കാറൊന്നുമില്ല, വല്ലപ്പോഴും മാത്രം ഇങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം. അപ്പം അധികം വീഡിയോസൊന്നും ഇടാത്തതുകൊണ്ട് ഓർഡേഴ്സ് കാര്യങ്ങളെല്ലാം കുറവാണ്. അപ്പോൾ മുകളിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെന്താണ്, ഒരുപാട് പേര് എന്നെ അന്വേഷിച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ്, ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.